ഫ്രൂട്ട് സാലഡ് കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കസ്റ്റാർഡ് പൗഡറോ അതല്ലെങ്കിൽ റവ, അരിപ്പൊടി, നമ്മൾ പല കാര്യങ്ങളും വെച്ചിട്ട് സിമ്പിളായിട്ട് ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കി എടുക്കാറുണ്ട്. ഇന്ന് അതൊന്നുമല്ല, വളരെ സ്പെഷ്യലായിട്ട് നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ ഈ റെസിപ്പിയിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് തന്നെയാണ്. നമ്മുടെ കയ്യിലുള്ള നമുക്കിഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് പച്ചമുന്തിരി എടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. ഞാൻ അളവൊന്നും അങ്ങനെ കറക്റ്റ് പറയുന്നില്ല കേട്ടോ, കാരണം നമുക്കിതിനകത്ത് മെഷർമെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഉള്ള നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിലാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചൊന്ന് റെഡിയാക്കി എടുക്കാം. കൂട്ടത്തിൽ ഞാൻ കുറച്ച് ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഒരു ആപ്പിളിൻ്റെ പകുതി ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ, അത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഞാനിതിലോട്ടേക്ക് ഉപയോഗിക്കുന്നത് കുറച്ച് മാതളാണ് കേട്ടോ. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണിനടുത്തൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ കുറച്ച് പഞ്ചസാര, ഏലക്കയുടെ കുരു മാത്രം എടുത്തിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം വരും കേട്ടോ. അത് നമ്മുടെ ഈ ഫ്രൂട്ട്സിനകത്തോട്ടേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഏലക്കപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും എസൻസ് വേണമെങ്കിൽ, വാനില എസൻസോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്ലേവറിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മളിതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കുക. നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ക്യാരറ്റാണ്. വലിയ ക്യാരറ്റ് ആണെങ്കിൽ ഒരു പകുതി ഭാഗം തന്നെ ധാരാളമാണ്. ചെറുതാണെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് ഉപയോഗിക്കാം. ഇത് വേവിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റാണ് കേട്ടോ. വേവിച്ചെടുത്തിട്ട് തന്നെ ഉപയോഗിക്കണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുക. ഇനി വേണ്ടത് കശുവണ്ടിപ്പരിപ്പാണ്. ഒരു 6-7 എണ്ണമൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനൊന്ന് ജസ്റ്റ് വെള്ളത്തിൽ കുറച്ച് സമയം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ചേർത്ത അതേ രീതിയിൽ തന്നെ പഞ്ചസാര, ഏലക്കയും ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഏകദേശം 1 ടേബിൾ സ്പൂണിനടുത്ത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി നമുക്ക് പാൽപ്പൊടി വേണം. പാൽപ്പൊടിയുടെ അളവ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2.5 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ്. അപ്പോൾ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് പാൽ വേണം. ഒരു 1/4 കപ്പ് അളവിലൊക്കെ തന്നെ ധാരാളമാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് നല്ല രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/2 ലിറ്റർ പാൽ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട്, തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. പാൽ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ഈ ക്യാരറ്റും കശുവണ്ടി പരിപ്പൊക്കെ കൂടിയുള്ള ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഫ്രൂട്ട്സ് ഒന്നും ചേർക്കാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒത്തിരി സമയം നമ്മൾ തിളപ്പിച്ച് കുറുക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിനകത്തോട്ടേക്ക് അരച്ച് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് കുറച്ചധികം സമയത്തിൽ നന്നായിട്ട് കുറുക്കിയിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറുക്കിയെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി നല്ലതാണ്. പക്ഷേ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതേ ഉള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ഞാനൊരു 2 കപ്പ് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മുടെ ചവ്വരിയാണ്. നമ്മൾ പായസത്തിനകത്തൊക്കെ ചേർക്കുന്ന, നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന സാഗോ സീഡ്സിനും അല്ലെങ്കിൽ സാഗോ പേൾസിനൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കുന്നുണ്ടല്ലോ, അത് ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ലതുപോലെ കുക്കായി വന്നതിന് ശേഷം ഒരു അരിപ്പത്തട്ടിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റി നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സും ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതിനകത്തോട്ടേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ നമ്മുടെ ചവ്വരി വേവിച്ചതും ഇതിലോട്ടേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നട്ട്സും നമ്മുടെ ഉണക്ക മുന്തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ഉപയോഗിക്കുന്നില്ല. അല്ലാതെ തന്നെ ഇത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കൂടുതൽ നല്ല അടിപൊളിയായിട്ട് കുറച്ചും കൂടി റിച്ച് ആയിട്ടൊക്കെ വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്. ശരിക്കും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഫ്രൂട്ട് സാലഡൊക്കെ കഴിക്കുന്നതിനേക്കാളൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.